യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുടുംബ ജീവിതത്തിൽ അൽമായരുടെ സാക്ഷ്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മക്കളോടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചും അവരുടെ വളർത്തലിനെ കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചു. നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, കുടുംബത്തിൽ പ്രായമായ ആളുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കന്മാർ. അവർ പലപ്പോഴും അവഗണിക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ മക്കൾക്ക് മാതാപിതാക്കന്മാരുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ ആ കാര്യങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ മക്കളോടുള്ള കടമകളെക്കുറിച്ചും അവരെങ്ങനെ വളർത്തണമെന്നൊക്കെ സംസാരിച്ചു. പിന്നീട് വിവാഹത്തിൻ്റെ ഒരുക്കത്തെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് ചിന്തിക്കേണ്ട ഒരു മേഖല എനിക്ക് തോന്നുന്നത്, ഈ കുടുംബത്തിലുള്ള ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക്, ഈ മക്കൾക്കൊക്കെ അവർക്ക് ജന്മം നൽകി വളർത്തി വതാക്കിയ മാതാപിതാക്കൾ അവിടെയുണ്ട്. ഒരുപക്ഷെ അവർ രോഗികളായിരിക്കാം, പ്രായാധിക്യമുള്ളവരായിരിക്കാം. അവരോടുള്ള ഇവരുടെ സമീപം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? നമ്മൾ 4-ാം പ്രമാണത്തിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള ഒരു കൽപ്പന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെയും ആ ഒരു കൽപ്പനയുടെ ആ ഒരു ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വാസ്തവത്തിൽ അതിൽ 2 വശങ്ങളുണ്ട്. മാതാപിതാക്കന്മാർ മക്കളോടുള്ള അവരുടെ സമീപനം, അവരുടെ പെരുമാറ്റം, അവരുടെ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കന്മാരോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. 2ഉം ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതുവരെയും സാറ് പറഞ്ഞതുപോലെ മാതാപിതാക്കന്മാർക്ക് മക്കളോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതോടൊപ്പം തന്നെ മക്കൾക്ക് മാതാപിതാക്കന്മാരോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് തങ്ങളെ വളർത്തി വലുതാക്കി, തങ്ങൾക്ക് വേണ്ടി ജീവിച്ച്, തങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച്, തങ്ങൾക്ക് വേണ്ടി ആരോഗ്യം നഷ്ടപ്പെടുത്തി തങ്ങളെ വലുതാക്കാനായിട്ട് ശ്രമിച്ചവരാണ് തങ്ങളുടെ മാതാപിതാക്കൾ എന്നുള്ളൊരു അവയർനെസ്, ഒരു ബോധ്യം മക്കൾക്ക് വേണം. നല്ലൊരു ശതമാനം നമ്മുടെ നാട്ടിലെ മാതാപിതാക്കന്മാർ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പം മക്കൾ വളരുന്തോറും മാതാപിതാക്കന്മാർക്ക് പ്രായം ഏറുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരും വളരുകയാണ്, ഒരു പ്രായമായി വരികയാണ്. അവർക്ക് പ്രായമായി വരുന്നതനുസരിച്ച് പ്രായത്തിൻ്റേതായിട്ടുള്ള അവശതകൾ തീർച്ചയായിട്ടും അവർക്കുണ്ടാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. പ്രായത്തിൻ്റെ അവശതകൾ ഉണ്ടാകും. ഇപ്പോൾ യൗവനത്തിലേക്ക് വന്നിരിക്കുന്ന മക്കൾ, യൗവനം കടന്ന് യൗവനത്തിൽ വിവാഹിതരായിട്ട് വരുന്ന മക്കൾ മാതാപിതാക്കന്മാരോടുള്ള അവരുടെ കർത്തവ്യവും അവരുടെ ദൗത്യമൊക്കെ നിർവഹിക്കാനായിട്ട് ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കന്മാരുടെ ഭാരം കുറച്ചൊക്കെ, ഇവർക്ക് വേണ്ടി ഭാരം ചുമന്ന അവരുടെ ഭാരം കുറച്ചൊക്കെ ഇറക്കി വയ്ക്കാനായിട്ടൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തോളോട് തോൾ ഉരുമ്മി അവരുടെ അധ്വാനം ലഘൂകരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നല്ല മക്കളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറുപ്പക്കാരായിട്ടുള്ള മക്കൾ മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വം ലഘൂകരിക്കുന്നവരുണ്ട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു കോളേജ് അധ്യാപകനാണ്. വളരെ സാധാരണമായിട്ടുള്ള ഒരു ജീവിത പശ്ചാത്തലമുള്ള ഒരു അധ്യാപകൻ, ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ സാമർഥ്യം കൊണ്ട് നന്നായിട്ട് പഠിച്ച് അദ്ദേഹത്തിന് ഒരു കോളേജിൽ ജോലി ലഭിച്ചു. പക്ഷേ അവരുടെ സാമ്പത്തിക സാഹചര്യം എന്ന് പറയുന്നത്
അത്ര വലുതായിട്ടുള്ള സാമ്പത്തിക സാഹചര്യമൊന്നുമല്ല, ചെറിയ ഒരു സാഹചര്യമാണ്. അപ്പോഴേ അപ്പൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഒക്കെ അധ്വാനിച്ചാണ് ഒരു നിലയിലൊക്കെ ഈ മൂത്ത മകനെ എത്തിച്ചു. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നമ്മുടെ നാട്ടിലൊക്കെ തട്ടുകടകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സിറ്റികളിൽ ഈ വഴിയോരത്തിൽ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കാലത്ത് ഒരു 90കളിലൊക്കെ ഇങ്ങനെ ഒരുപാട് തട്ടുകടകളുണ്ടായിരുന്നു. അതെ, വണ്ടിയിൽ കൊണ്ടു നടന്നുള്ള. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവ് കുടുംബം പോറ്റി പുലർത്തിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ടുകടയൊക്കെ കൊണ്ടു നടന്നാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള കോളേജിൽ പഠിപ്പിക്കുന്ന ഈ മകൻ വൈകിട്ട് 10 മണി മുതൽ രാവിലെ 3 മണി വരെ അപ്പൻ്റെ കൂടെ തട്ടുകടയിലുണ്ടെന്ന്. അതൊരു വലിയൊരു ഇൻസ്പിറേഷനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് കുറച്ച് പേർക്കറിയാം, പക്ഷേ വളരെ ആദരവോടുകൂടിയാണ് ആ അധ്യാപകനെ നോക്കിക്കണ്ടിരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഒരു സാക്ഷ്യം ഉണ്ടെന്നുള്ളതാണ്, നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞു വരിക, മാതാപിതാക്കന്മാരെ സഹായിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ചെറുപ്പക്കാരായിട്ടുള്ള മക്കൾക്ക് ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാറ് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ഇതിനെ മാതാപിതാക്കന്മാർ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പോൾ അവർ മക്കളുടെ കൂടുതലായിട്ടുള്ള സ്നേഹവും പരിഗണനയും സംരക്ഷണവും അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ മാതാപിതാക്കന്മാരുള്ള ഒരു ഉത്തരവാദിത്വം ആ സമയത്ത് കൂടുകയാണെന്നുള്ളതാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ത്യാഗം അനുഷ്ഠിച്ചത് മാതാപിതാക്കന്മാർ ത്യാഗം അനുഷ്ഠിച്ചതുപോലെ, അപ്പോൾ തിരിച്ച് മാതാപിതാക്കന്മാർക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിക്കാനായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം എന്ന് ഓർക്കണം. അത് നീതി ആവശ്യപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. ഇത് മക്കളുടെ ഒരു ഉത്തരവാദിത്വത്തിൽ, ദൈവികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ പെടുന്നത് കൂടിയാണ്. പക്ഷേ ഇന്നത്തെ ചുറ്റുപാടിൽ ഇന്ന് അത് വർദ്ധിച്ചു വരികയാണ്. മാതാപിതാക്കന്മാർ അവരുടെ വാർദ്ധക്യം, നല്ലൊരു ശതമാനം മാതാപിതാക്കന്മാരും സന്തോഷത്തോടു കൂടി ഈ വാർദ്ധക്യം ചിലവഴിക്കുന്നുള്ള വാർദ്ധക്യം പിന്നിടാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ലെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം പ്രത്യേകിച്ചും കൂടുതൽ ശ്രദ്ധയും സ്നേഹവും പരിഗണനയും ലഭിക്കേണ്ട ഈ കാലഘട്ടത്തിൽ അവർ ഒറ്റപ്പെട്ടവരായിട്ട് ജീവിക്കുകയാണ്. മക്കൾ പലപ്പോഴും വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ ദൂരെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ സാറ് പറഞ്ഞ പോലെ ഒരു ഭാഗം മാത്രം നമ്മൾ കണ്ടുകൊണ്ട് കാര്യമില്ല. എങ്ങനെ ഇങ്ങനെ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരുന്നു, ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളത് വരുമ്പോൾ അതിന് ഈ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പണ്ട് ഈ കൃഷി വഴിയായിട്ട് ഉപജീവനം നടത്തിയിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത് സാധ്യമല്ല. കൃഷി കൊണ്ടൊന്നും ഒരു കുടുംബം പുലർത്താനായിട്ടൊന്നും സാധിക്കുമല്ലോ. മനുഷ്യന് ജീവിക്കണമല്ലോ, ജീവിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കണം. അപ്പം മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കാനായിട്ടൊന്നും സാധിക്കില്ല. എന്തെങ്കിലും ഒരു തൊഴിൽ തേടി പോകേണ്ടത്. നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും തൊഴിൽ കേരളത്തിൽ കിട്ടില്ല. പ്രതീക്ഷയില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളതേക്കുറിച്ച് സമൂഹത്തിലുള്ള സാക്ഷ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതേക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസരത്തിൽ തൊഴിൽ തേടി അവർ പോകും. അപ്പോൾ ഈ മാതാപിതാക്കന്മാർക്കറിയാം ഈ ഇവിടുത്തെ സാഹചര്യത്തിൽ തൊഴിൽ തേടി പോകുന്ന, പ്രത്യേകിച്ച് വിദേശത്തേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയ്ക്ക്, ഓസ്ട്രേലിയയ്ക്ക്, ന്യൂസിലാൻഡിനൊക്കെ പോകുന്ന മക്കൾ തിരിച്ച് വരാനായിട്ടുള്ള സാധ്യത കുറവാണെന്നുള്ളത് അറിയാം എന്നുള്ളതാണ്. അവർക്കറിയാം. എപ്പോഴും വന്നെങ്കിലായി അവർക്കറിയാം അത്. അപ്പം തങ്ങളുടെ ഭാവി, തങ്ങളുടെ വൃദ്ധരായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും തങ്ങളെ നോക്കാനായിട്ട് ആളില്ല എന്നുള്ള കാര്യം എന്നുള്ള വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും മക്കളുടെ നന്മയെ കണ്ടിട്ട് അവർ പോകാനായിട്ട് അനുവദിക്കുകയും പഠിക്കാനായിട്ടോ ജോലിക്കോ ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പണമില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വത്ത് വിറ്റോ അതുമല്ലെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പണയം വെച്ചോ ഒക്കെ അങ്ങനെ വിടുകയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഉപരിപഠനത്തിനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് വിദേശത്തേക്ക് പോകുന്നുണ്ട് എന്നാണ്. പക്ഷേ മാതാപിതാക്കന്മാർക്കറിയാം ഒരു സാമ്പത്തിക ബാധ്യത തന്നെ അതിൻ്റെ പേരിലുണ്ട്. മാതാപിതാക്കന്മാരറിയാം അവരുടെ നന്മ കണ്ടുകൊണ്ടാണ് തങ്ങളുടെ മക്കൾ, നല്ലൊരു ശതമാനം മക്കളും തിരിച്ചു വരികയല്ലെന്ന് ഈ മാതാപിതാക്കന്മാർക്ക് അറിയാം എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് ഇവർ വാർദ്ധക്യത്തിലെത്തി കഴിയുമ്പോൾ മക്കളുടെ സാമീപ്യമോ ഒന്നും ലഭിക്കില്ല എന്നുള്ളത് ഒരു വശമുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് വായിച്ചത് 15 ലക്ഷത്തോളം കേരളത്തിൽ 15 ലക്ഷത്തോളം ഭവനങ്ങൾ ആൾതാമസമില്ലാതെ ഉള്ള ഭവനങ്ങളാണെന്ന് ഓർത്തത്. അത് കെട്ടിടങ്ങളായിട്ട് മാറി എന്നുള്ളതാണ്. ആളുകൾ താമസിച്ചിരുന്നത് 15 ലക്ഷത്തോളം. അപ്പം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചത് കത്തോലിക്കർ സഭ നേരിടുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് പല ഇടവകളിലുമൊക്കെ 4ഉം 5ഉം വീടുകൾ, ചിലയിടത്തൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ അതിൽ കൂടുതൽ വീടുകൾ, 100 വീടുകളുള്ളിടത്താന്ന് ഓർത്തണം. 100-120 വീടുകളുള്ളിടത്ത് 4ഉം 5ഉം അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പലതും അങ്ങനെ ഉള്ള അടയ്ക്കാത്ത വീടുകൾ ആളുകളുള്ളതിൽ തന്നെ മാതാപിതാക്കന്മാർ മാത്രമേ ഉള്ളൂ. പലതും ഒറ്റപ്പെടുന്ന അനുഭവമാണ്. പിന്നെ വാർദ്ധക്യം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു അനുഭവമാണ്. ഭാര്യയും ഭർത്താവും ഒരുപക്ഷെ കണ്ടേക്കാം. ഇതിൽ ജീവിത പങ്കാളിയെ പ്രായമായിട്ടുള്ള ജീവിത പങ്കാളികളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ബുദ്ധിമുട്ട് വരികയാണ്. അപ്പോൾ ഇവരെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ടോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനോ ആയിട്ടോ ഒന്നും പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മക്കളില്ലെന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരെങ്കിലുമൊക്കെ വന്ന് നോക്കുമായിരുന്നു, ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു. അയൽവക്കത്തൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. അതുതന്നെ അവസ്ഥ. അവിടെ ആളില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച ആൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള 12 വീടുകളിൽ ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരുമില്ല. അപ്പോൾ അപ്പോൾ ഒരു തരം ഒറ്റപ്പെടല്ലോ, വേറെ ആരെങ്കിലുമൊക്കെ സഹായിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇവരെ നോക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ആളുകൾ മാതാപിതാക്കന്മാർ ഒക്കെ ചിലപ്പോൾ അവർ ഇവരെ നോക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ചില ഈ വൃദ്ധമന്ദിരങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയാക്കുന്ന ഒരു അനുഭവം കൂടെയുണ്ട്. പണ്ടൊക്കെ പുരുഷന്മാരായിരുന്നു അധികം വിദേശത്തേക്ക് പോയെങ്കിൽ ഇപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളുമായി. അതെ, അതുകൊണ്ട് ഈ വീടുകളിൽ സ്ത്രീകൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നോക്കുന്ന അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സ് ഇല്ല. അവർക്ക് അവരെ സന്ദർശിക്കാനായിട്ട് ആൾക്കാർ അധികം ഉണ്ടാകില്ല. അതായത് ഇതുവരെയും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവരെല്ലാ കാര്യങ്ങളും അറിയുകയും കേൾക്കുകയും എല്ലായിടത്തുമൊക്കെ പോവുകയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ശാരീരികമായിട്ടുള്ള അവശതകൾ കൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൂവ്മെൻറ്റ് ഒരു കെട്ടപ്പെട്ട അവസ്ഥയാണ്. വാസ്തവത്തിൽ ഒരു തടങ്കലിൽ കഴിയുന്ന പോലെയാണ്. അപ്പം സന്ദർശിക്കാൻ ആൾക്കാരുടെ കുറവ്, മിണ്ടാനും പറയാനും ആളില്ല. കാരണം അവരുടെ സമപ്രായക്കാർക്ക് പലർക്കും പണ്ടൊക്കെ അവർക്ക് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയോ അവരിവിടേക്ക് വരികയോ ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അവരുടെ സമപ്രായക്കാർക്ക് പലർക്കും ഇവർ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വരാൻ പറ്റിയെന്ന് വരില്ല. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ അവർക്കും ഉണ്ടാകാം, അങ്ങോട്ട് പോകാനും പറ്റില്ല. പിന്നെ പല ആളുകളും ഇപ്പോൾ സമയം കണ്ടെത്തുന്നത് ടി വിയുടെ മുമ്പിൽ ഇരിക്കുക മണിക്കൂറുകൾ. അങ്ങനെയുണ്ട്. അങ്ങനെ സമയം ചെലവഴിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അപ്പം ഇതിനകത്ത് ഓരോ പ്രായമാകും തോറും ഉണ്ടാകുന്ന അവശതകൾ നോക്കണം. അതായത് വിവരങ്ങളിപ്പോൾ അറിയാനായിട്ട് ഫോൺ ഉപയോഗിക്കുന്നു, ടി വി ഉപയോഗിക്കുന്നു, പത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഒരു സമയം വരുന്നു, കാഴ്ച മങ്ങുന്ന ഒരു സമയം വരുന്നു, കേൾവി പോകുന്ന സമയം വരുന്നു. നമ്മൾ ഓർക്കണം, കാഴ്ചയും കേൾവിയും പത്രം വായിക്കാനായിട്ട് പറ്റുന്നില്ല, ടി വി കാണാൻ പറ്റുന്നില്ല, കേൾക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു കമ്മ്യൂണിക്കേഷൻ അറിയാനായിട്ടുള്ളൊരാഗ്രഹം. ഇനി മക്കളുടെ മക്കളും കൂടെ ഉണ്ടെന്ന് തന്നെ കരുതുക, അതും അവരനുഭവിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വിദേശത്ത് പോയവരോടോ അല്ലെങ്കിൽ അവരുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ സ്വദേശത്ത് കുടുംബത്തിലുള്ള മക്കളുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മക്കൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് വേണം ജീവിക്കാനായിട്ട്. രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും. അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കണം, അവിടെയും വേണ്ടത്ര വിധമുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായെന്ന് വരികയല്ല. കാരണം പകൽ സമയത്ത് വീട്ടിലില്ല. വന്നു കഴിയുമ്പോഴത്തേക്കും ജോലിഭാരം കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കുളിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് വിശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. പ്രായമായ അപ്പനോടോ അമ്മയോടോ വർത്തമാനം പറയാനായിട്ട് ആളുകളില്ല. കാരണം അവർക്ക്
മറ്റ് ഈ പുറത്തു പോയി ഒരു കാലത്ത് സംസാരിച്ചിരുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളുകൾക്ക് പിന്നെ അറിയാനായിട്ടുള്ള നാട്ടുകാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും ടി വി കൂടെ കിട്ടിയല്ലോ. അറിയാനുള്ള കാര്യം, അയൽക്കാരൻ്റെ കാര്യവും നാട്ടുകാര്യങ്ങളും പെരുന്നാളിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് വീട്ടിൽ താമസിക്കുന്ന മക്കളും മക്കളുടെ മക്കളും ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോഴും അതിനെല്ലാത്തിനും ഉത്തരം അറിയാനായിട്ടുള്ള ആഗ്രഹം ഒരു വശത്ത് കിടക്കുന്നു. അപ്പനെല്ലാം അറിയണ്ട, അമ്മയെല്ലാം അറിയണ്ട എന്നുള്ള ചിന്ത മക്കളുടെ ഭാഗത്തുനിന്നോ മക്കളുടെ ഭാഗത്തുനിന്നോ കിടക്കുന്നു. കാരണം ഞങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്യാനായിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ചില മാതാപിതാക്കന്മാരൊക്കെ എനിക്കറിയാം, അവർ ദിവസവും പണ്ട് ദേവാലയത്തിൽ പോവുകയും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവരിപ്പോൾ അതിനൊന്നും പ്രാപ്തിയില്ലാത്തപ്പോൾ ചിലപ്പോൾ മക്കളോട് ഒന്ന് പള്ളി കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതിന് അവർക്ക് സമയമില്ല. അല്ല, അത് സംഭവിക്കുന്ന നമ്മളിപ്പം പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പം ജീവിത പങ്കാളി അല്ലെങ്കിൽ അവരുടെ അപ്പനും അമ്മയും മരിച്ചതിൻ്റെ ആണ്ട് വരികയാണ്. അതിൻ്റെ വാർഷികം വരുമ്പോഴത്തേക്കും ഒന്ന് കൊണ്ടുപോയാക്കാനായിട്ട് അല്ലെങ്കിൽ പള്ളിയിലൊന്ന് പോയി സിമിത്തേരി പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് മക്കൾക്ക് ഒഴിവുണ്ടാകില്ല. കാരണം മക്കൾക്ക് ആ സമയത്ത് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ടാകാം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു കുടുംബജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങളാണ്. മക്കൾ മനഃപൂർവ്വമായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ കുടുംബത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും കുടുംബത്തിൽ മക്കളുടെ മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മാതാപിതാക്കന്മാർ ഒരുതരം ഒറ്റപ്പെടലിൻ്റെ അനുഭവം പേറിയാണ്, ഒരു വലിയ നൊമ്പരമായിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യമാണ്, ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ അവസരത്തിൽ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിട്ടുള്ളത്, ചിലപ്പോഴൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഈ പേരക്കുട്ടികൾ പോലും ഈ പ്രായമായ ആളുകളെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരുടെ ആ രീതികൾ. അപ്പോൾ ചിലപ്പോൾ പേരക്കുട്ടികളോട് ഈ പ്രായമായ അപ്പനും അമ്മയൊക്കെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ചിലപ്പോൾ സംസാരിക്കുന്ന രീതി ഒക്കെ ചിലപ്പോൾ അവർക്ക്, അപ്പോൾ ഈ സ്വന്തം കുട്ടിയുടെ അപ്പനും അമ്മയ്ക്കും ഇവരെങ്ങനെയെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ള, അപ്പോൾ അതുപോലെയുള്ള അനുഭവം ഉണ്ടാവും. ഈ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നു, അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്ന ഈ കുഞ്ഞുങ്ങളായിരിക്കും, ആ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു അനുഭവം. അത് സാറ് പറഞ്ഞത് ശരിയാണ്. എന്നോടൊരു പ്രായമായെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായമായിട്ടുള്ള മാതാപിതാക്കന്മാരല്ല, അവർക്ക് ഇപ്പോഴും വണ്ടി ഓടിച്ച് വിദേശത്ത് നടന്ന മലയാളി ഫാമിലി സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിലേക്ക് സാറ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, അവർക്ക് ഇപ്പോഴും ഭർത്താവിന് ഇപ്പോഴും വണ്ടി ഓടിച്ച് പോകാവുന്നതാണ്, സ്വയമായിട്ട് വണ്ടി ഓടിച്ച് പോകാവുന്നതാണ്. അപ്പോൾ കുടുംബത്തിൽ മകനുണ്ട്, മകൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ ഈ അപ്പനെയും അമ്മയെയും ഈ കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് ഒന്നും അങ്ങനെ അനുവദിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്കത് മനസ്സിലായി കഴിഞ്ഞിട്ട് അവർ എടുക്കുന്നുമില്ല. കാരണം അങ്ങനെ കുഞ്ഞുങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമില്ല എന്ന് അറിയുന്നത് കൊണ്ട് അവർ അതിൽ നിന്നൊക്കെ മാറി അവിടെയും ഒറ്റപ്പെടണം. ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ പോലും ഇപ്പോഴങ്ങനെയല്ല, ഇപ്പം വേറെയാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം, അങ്ങനെയുള്ളൊരു വേദന എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഇതാണ്. അതായത് അവരുടെ കുട്ടികളെ എടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ വേണ്ട വിധത്തിൽ നീറ്റ്നെസ് ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേദനയുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, കുടുംബത്തിൽ മക്കളുടെ മക്കളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പണ്ട് ഈ പ്രായമായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കന്മാരാണ് കൊച്ചുമക്കളെ ഈ ഉപദേശിക്കുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയും സാരോപദേശ കഥകൾ പറയുകയും ഒക്കെ ചെയ്യുന്ന, അവരുടെ ഫോർമേഷനിൽ അവരുടെ പരിശീലനത്തിൽ ഒരുപാട് സഹായിച്ചിരിക്കുന്ന ആളുകളാണ്. ഇന്നിപ്പം കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോഴത്തെങ്കിലും സാറ് പറയുന്നതുപോലെ ചിലയിടത്തെങ്കിലും അത് നിഷേധിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ പ്രായമായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കന്മാർക്ക് കൂടുതൽ നൊമ്പരം ഉണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്, നൊമ്പരം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മക്കൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കിപ്പം സാഹചര്യത്തിൽ നിന്ന് ചില പ്രത്യേക സാഹചര്യത്തിൽ മക്കൾ മാറി നിൽക്കേണ്ട എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്ത് പോകേണ്ടതായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എന്താ ചെയ്തു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ മാതാപിതാക്കന്മാരോടുള്ള സ്നേഹം, അവരോട് വേണ്ട പരിഗണന, അവരത് ഉപേക്ഷിക്കാനായിട്ടോ നിഷേധിക്കാനായിട്ടോ പാടില്ല എന്നുള്ളത് ക്രൈസ്തവ
പ്രായമായവരായിട്ടുള്ള മക്കൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അവരോട് സംസാരിക്കുക. അപ്പോൾ ഇപ്പം എത്ര സമയമില്ലെന്നൊക്കെ പറഞ്ഞാലും ശരി, ഓരോ ദിവസവും ഇന്നിപ്പം നമുക്ക് കുറേ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്, ഫോണുണ്ട്, നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 5 മിനിറ്റ് നേരം വീഡിയോ കോളിലൂടെയോ ഇനിയിപ്പോൾ അവർക്കത് കാണാനായിട്ടോ ഒക്കെ ആയിട്ട് പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വോയിസ് കോള് വിളിക്കാനായിട്ടുള്ളതോ അങ്ങനെയൊന്ന് വിളിച്ച് ഒരു 2 മിനിറ്റ് നേരം അത്രയും മതി. കാരണം എനിക്കറിയാം ചില വീടുകളിൽ മാതാപിതാക്കന്മാർ ഈ സമയത്ത് വിളി കാത്തു കഴിയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യസമയത്ത് മക്കൾ വിളിക്കുന്ന മക്കളുണ്ടെന്നുള്ളതാണ്. അതവർക്ക് വലിയൊരു സന്തോഷം കൊടുക്കുന്ന ഒരിതാണ്, ഒരു ആത്മസംതൃപ്തി. അപ്പം മക്കൾ പുറത്താണെങ്കിലും ശാരീരികമായിട്ടുള്ള സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ഈ മക്കൾക്ക് ഞങ്ങളുടെ മേലൊരു കരുതലുണ്ട്, എൻ്റെ മേലൊരു കരുതലുണ്ട്. എനിക്കൊരു പിതാവിനെ അറിയാം. അതായത് അദ്ദേഹത്തിൻ്റെ മക്കളിൽ 2 പേര് എല്ലാ ദിവസവും, വിദേശത്തുള്ള എല്ലാ ദിവസവും ഒരു മകള്, അത് വിദേശത്ത്, ആ പ്രായമായിട്ടുള്ള കാരണവന്മാർ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഒരു സമയം വെച്ചിട്ടുണ്ട്, വിളിക്കും. അപ്പോൾ ആ സ്വരം കേട്ടാൽ മതി. അതുപോലെ തന്നെ മറ്റു മക്കളും, നാട്ടിലുള്ള മറ്റു മക്കളും, ഒരാൾ ഞായറാഴ്ച ദിവസമാണ് വിളിക്കുന്നത് എന്നുള്ള മക്കൾ. അപ്പോൾ ഈ മനുഷ്യന് എന്നും ഈ കാതോർത്ത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അകലെയാണെന്നുള്ള ഒരു ചിന്ത, അകലെയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കെ തന്നെ മക്കളുടെ സ്നേഹമൊക്കെ അനുഭവിക്കുന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുറത്തായിട്ടുള്ള പുറത്ത് ജോലി ചെയ്യുന്ന മക്കളാണെങ്കിലും മാതാപിതാക്കന്മാരുള്ള സ്നേഹവും കരുതലും കരുണയൊക്കെ അവർക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇടയ്ക്കൊക്കെ വരുന്ന സമയത്തൊക്കെ മാതാപിതാക്കന്മാരോടൊപ്പം കുറേ സമയം ചെലവഴിക്കാനായിട്ട് മനഃപൂർവ്വം, അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ത്യാഗമുണ്ട്, അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. ഇനി വീട്ടിലുള്ള മക്കൾ, കൂടെയുള്ള മക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാപിതാക്കന്മാരോട് കൂടുതൽ, അവിടെയൊക്കെയാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്ന ഒരു കാര്യം. ഈ സാക്ഷ്യം, ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത് അത് പുരോഹിതർക്കും സമർപ്പിതർക്കും നമ്മൾ കണ്ടു കഴിഞ്ഞു. മാത്രമല്ല 99.9% വരുന്ന അൽമായരെ സംബന്ധിച്ചിടത്തോളം അൽമായരുടെ സാക്ഷ്യമാണ് സഭയുടെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നൊരു കാര്യം. അവരാണ് ലോകത്തിൻ്റെ പുളിമായമായിട്ട്, ഉപ്പായിട്ട്, ദീപമായിട്ടൊക്കെ വർദ്ധിക്കേണ്ട ആൾക്കാർ. അപ്പോൾ ഈ കുടുംബത്തിലെ മക്കൾ, ഇപ്പം കൂട്ടത്തിൽ താമസിക്കുന്ന മക്കളെ സംബന്ധിച്ചോളം അവർ തങ്ങളുടെ കൂട്ടത്തിലുള്ള മാതാപിതാക്കന്മാരെ അവർ സ്നേഹപൂർവ്വം ഒക്കെ പെരുമാറുക. തിരിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് നേരം നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മക്കളും ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ള മക്കളുണ്ട്. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ പ്രായമായിട്ടുള്ള കാരണവന്മാരെ ഈ ഒരു അയാളുടെ മകന് വണ്ടി ഓടിക്കാനൊക്കെ ഉള്ള പ്രായമായി, അയാളെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മാസത്തിൽ ഒരു ദിവസം ഈ പ്രായമായ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും അടുത്ത എവിടെയെങ്കിലുമൊക്കെ പോകണോ അവരെ കൊണ്ടുപോയി കാണിക്കുക, അവിടെയൊക്കെ പോവുക. അതുപോലെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ഇവരെ കൊണ്ടുപോകുന്നു. ഒരു മകൻ്റെ മകന് പിടിച്ച്, അപ്പന് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, പള്ളിയിൽ പിടിച്ചുകയും ഇങ്ങനെ കൈപിടിച്ച് പള്ളിയിൽ ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം അതൊക്കെ ആളുകളുടെ ഇടവകയിലെ ജനത്തിൻ്റെ മുമ്പിലുള്ള ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമാണെന്ന് ഓർക്കണം. അപ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള മരുന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ടാകാം, വസ്ത്രം, ഭക്ഷണം, അതും പ്രധാനപ്പെട്ടതാണല്ലോ. സാധിക്കുന്ന പോലെ ഓരോ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവർക്കൊക്കെ സാധിക്കുന്ന പോലെയുള്ള ഒരു ഇതാണ്. അപ്പോൾ ഒരു മരണം കാത്തു കഴിയുന്ന ആളുകളായിട്ട് ഇവർ കാരണം ഒരു സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും വാർദ്ധക്യം ഗ്രേസ്ഫുള്ളായിട്ട് ചെലവഴിക്കാനായിട്ടുള്ളൊരു സാഹചര്യം മക്കൾ ഉണ്ടാക്കി കൊടുക്കണം. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത് മക്കൾക്ക് പ്രായമായ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോടുള്ള കടമകൾ എന്താണ്, എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, അവരെങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ എവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും
നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.